ഹായ് മക്കളെ, അങ്ങനെ കാത്തിരുന്ന് എക്സാമിന് വെറും 12 ദിവസം മുൻപായിട്ട് ഇതാ ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. ടൈം ടേബിൾ കാണുമ്പോൾ തന്നെ നമുക്കിട്ട് നല്ലൊരു പണി തന്ന പോലെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്, എക്സാമിന്റെ ടൈം ടേബിൾ എങ്ങനെ തന്നെയാണേലും ശരി, എപ്പോഴാണേലും ശരി, നിങ്ങളെ അതിന് തയ്യാറാക്കുക എന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അതിനാൽ തന്നെ ഈ ഒരു ടൈം ടേബിൾ കണ്ട് സൈലത്തിന്റെ ക്ലാസ് ഫോളോ ചെയ്യുന്ന ഒരാളും ബേജാറാവേണ്ട ഒരാവശ്യവുമില്ല. ഏത് സമയത്ത് എക്സാം വെച്ചാൽ പോലും, ഏത് ടൈപ്പ് എക്സാം വെച്ചാൽ പോലും കിടിലനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങളെ ഞങ്ങൾ തയ്യാറാക്കി തരും. അതിനാൽ തന്നെ നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കില്ല ഇത്, മുഴുവനായിരുന്നു കാണുക. ഓക്കെ, പക്ഷേ നമുക്കിട്ട് പണിതെടുക്കുന്നത് എങ്ങനെയാണ്, ടൈം ടേബിൾ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കി എടുക്കണം, ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ടല്ലോ. നോക്കണേ നിങ്ങൾ, നമ്മുടെ എക്സാം എല്ലാം തന്നെ വരുന്നത് കാലത്ത് 9:30 നമ്മുടെ എക്സാം ഉണ്ടായിരിക്കുക. 9, 10, 11, 12 എന്നീ 4 ദിവസങ്ങളിൽ അടുപ്പിച്ച് എക്സാമാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴമായിട്ട് അടുപ്പിച്ച് എക്സാമാണ്. പിന്നെ അതിനുശേഷം വെള്ളി, ഞായർ, ശനി എന്ന് പറയുന്ന ദിവസങ്ങളൊക്കെയാണ് നമുക്ക് ലീവ് ഉള്ളത്. ആ ലീവിന് ശേഷം തരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് കൂടെ ഒന്ന് നോട്ട് ചെയ്യണേ. ഒന്നാമത്തെ ദിവസം 9-ാം തീയതി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 9-ാം തീയതി തന്നെയായിരിക്കും എക്സാം ഉള്ളത്. അതിനനുസരിച്ച് നമ്മൾ 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ച് കൃത്യമായി കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 3 ഡേ സ്റ്റഡി ചലഞ്ച് ഉണ്ടായിരിക്കും. മാരത്തോൺ ലൈവുകൾ എല്ലാം തന്നെ കൃത്യമായി ഉണ്ടായിരിക്കും. സലിത്തിന്റെ കൃത്യമായി ക്ലാസ് ഫോളോ ചെയ്യുന്ന ഏതൊരാൾക്കും ഈ ഒരു എക്സാം ഒക്കെ വളരെ ഈസി ആയിരിക്കും കേട്ടോ. അങ്ങനെ ആക്കി തരും ഞങ്ങൾ. 9-ാം തീയതി എന്ന് പറയുന്നത് തിങ്കളാഴ്ച ഫിസിക്സ് ആണ് വരുന്നത്. ആദ്യം തന്നെ ഫിസിക്സ് ഗംഭീരമായി തുടങ്ങാം. അതിഗംഭീരമായിട്ട് ആ വലിയൊരു സബ്ജക്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു സമാധാനം നമുക്ക് കിട്ടുന്നതായിരിക്കും. 10-ാം തീയതി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് മാത്രമേ എക്സാം ഉള്ളൂ. ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട് മാത്സ് പഠിക്കുവാൻ വേണ്ടി. കമ്പ്യൂട്ടർ സയൻസുകാർ അവിടെ ചെറുതായിട്ട് പെട്ടിട്ടുണ്ട്, കാരണം അവർ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് എക്സാം എഴുതി കഴിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് മാത്സ് പഠിക്കാനുള്ള സമയമുള്ളൂ. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ബയോളജി സയൻസ് ആണെങ്കിലും എല്ലാവർക്കും തന്നെ മാത്സ് കഴിഞ്ഞ് ഉടനെ തന്നെ കെമിസ്ട്രിയുടെ എക്സാം വരുന്നുണ്ട്. അങ്ങനെ 9, 10, 11, 12 എന്നീ 4 ദിവസങ്ങളിലായിട്ട് ഫുൾ എൻഗേജഡ് ആയിരിക്കും നിങ്ങളെല്ലാം തന്നെ. ഒരു ദിവസം പോലും നേരാവണ്ണം ഉറങ്ങാനുള്ള സമയം ഉണ്ടായിരിക്കില്ല. കാരണം നമുക്ക് എക്സാം എഴുതി കഴിഞ്ഞ് വന്ന ഉച്ചയ്ക്ക് ശേഷം, അതിനുശേഷം വൈകുന്നേരവും രാത്രിയും എല്ലാം നല്ലപോലെ ഇരുന്ന് പഠിച്ചാൽ മാത്രമേ തൊട്ടടുത്ത ദിവസം എക്സാം അടിപൊളി എഴുതാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. ഓരോ എക്സാം കഴിഞ്ഞാൽ വന്ന് കിടന്നുറങ്ങാം എന്ന് വിചാരിച്ചാൽ നടക്കൂല. ഈ 4 ദിവസം കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ വെള്ളി, ശനി, ഞായർ 3 ദിവസങ്ങൾ നമുക്ക് നല്ലപോലെ കിടന്നുറങ്ങാം മാത്രമല്ല. അതിനുശേഷം വരെ നോക്കിയും ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ആ സമയത്ത് ബയോളജിയിൽ, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് ആ സമയം ഫ്രീ ആയി. ദെൻ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജുമാണ്. അതായത് ഈ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളെല്ലാം തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എല്ലാം ആദ്യം തന്നെ എഴുതി കഴിഞ്ഞു. ആദ്യ ആഴ്ച തന്നെ എഴുതി കഴിഞ്ഞു. അതിൽ ചട്ടപടപടപടപടേന്ന് ആ ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ ആ ഒരു ട്രാക്കിൽ കയറി പടപടപടപടേന്ന് അത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര റിലാക്സ് ആയിരിക്കാം. എക്സാം ഒരുപാട് പിറകിലാണെന്ന് പറഞ്ഞാൽ ആ ദിവസം വരെ അതിരുന്ന് പഠിച്ചില്ലയോ ആ ടെൻഷൻ ഏറ്റ് നടക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എടുത്ത് തീർക്കാം. ഞാൻ ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ പറഞ്ഞ് നിങ്ങളെ പോസിറ്റീവ് വൈബിലോട്ട് കൊണ്ടുവരാൻ നോക്കുകയാണ്. അല്ലാതെ അയ്യോ ഇങ്ങനെ ഒരു ടൈം ടേബിൾ ആണോ ഗവൺമെൻറ് തന്നത്, നമുക്കിട്ട് പണിയാനാണോ, ഇത് കൊടും ചതി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ബേജാറാക്കാനല്ല. അതൊന്നും എന്നെ കിട്ടൂല. എക്സാം എങ്ങനെ തന്നെയാണെങ്കിലും ശരി, നിങ്ങൾ സൂപ്പറായി എക്സാം എഴുതും. ഓക്കെ, റെഡി. അപ്പോൾ നല്ലപോലെ അനലൈസ് ചെയ്യുക. ഈ എക്സാമിൻ്റെ ടൈം ടേബിളിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നും ഞങ്ങളുടെ സൈഡിൽ നിന്ന് എങ്ങനെ സപ്പോർട്ട് ഉണ്ടായിരിക്കും, അത് നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം താഴത്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുക. 4 ആൾ വായിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായം അതേ അഭിപ്രായം തന്നെയാണ് മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് അവരെല്ലാവരും ലൈക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ച് അതിഗംഭീരമായി കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് 3 ഡേയ്സ് സ്റ്റഡി ചലഞ്ച്, മാരത്തോൺ ലൈവുകളെല്ലാം കൊണ്ടുപോകണം. ക്രിസ്മസ് നമ്മൾ തകർക്കും. ലാബ് എക്സാം നമ്മൾ തകർക്കും. മോഡൽ എക്സാം നമ്മൾ തകർക്കും. പബ്ലിക് എക്സാം തകർക്കും. ഫുൾ മാർക്കും നേടിയിട്ട് ഇനി വിശ്രമമുള്ളൂ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് ഗായ്സ്.